and 3. Good morning. Good morning, ma'am. Prayer പറഞ്ഞോട്ടാ. Prayer പറഞ്ഞോട്ടാ. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspire and guide us. Bless our classmates and all the people who care for us. Came to our hearts and make our attentive, patient, and diligent to understand the lessons that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. Thank you. Good morning, all of you. I am Asina. Let us start to study our class with joy, refreshment, excitement to learn. My way, let's welcome the Miss to class. Today class is conducted by this Abarna ma'am. Welcome, ma'am. I invite Thor to say. Thank you. Good morning, ma'am. I am Misha. Thought of the day: don't stop learning. Learning gives creativity. Creativity leads thinking. Thinking provides knowledge, and knowledge makes you great. APJ Abdul Kalam. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? കുറച്ച് നാളായില്ലേ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നത്. നമ്മള് ഓൺ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്. അതെ മാം. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിരുന്നു. ഇനി അടുത്ത ചാപ്റ്റർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് മോക്ക് ടെസ്റ്റിന്റെ കാര്യം നമ്മൾ വിചാരിച്ചു. നമ്മൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കഴിഞ്ഞു അല്ലേ? മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററുകൾ കിട്ടാത്തത് നമുക്ക് അറിയാവോ? രണ്ടാമത്തേതില് യൂണിറ്റ് 2-ലെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഇൻഡിവിജ്വൽ ഡിഫറൻസും എടുക്കാനുണ്ട്. അതല്ലടാ ചോദിച്ചത്. മോക്ക് ടെസ്റ്റ് എന്റെ മോക്ക് ടെസ്റ്റുകൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഉണ്ട്. ആദ്യത്തെ മാത്രമേ തന്നിട്ടുള്ളൂ. കോമൺ ചൈൽഡ് ഡിസീസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതെ. ഇനി ഫസ്റ്റ് എയ്ഡിന്റെയും ചൈൽഡ് വെൽഫെയറിന്റെയും പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഇത്രയും തരാനുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ചൈൽഡ് ഡെവലപ്മെന്റ് ഇട്ടിട്ടുണ്ടോ? കോമൺ ചൈൽഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ചൈൽഡ് വെൽഫെയർ ഇട്ടിട്ടില്ല. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. കോമൺ ചൈൽഡ് ഡിസീസിന്റെ തന്നിട്ടുണ്ട്. പാർട്ട് 1 യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ്, യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ, ദെൻ പാർട്ട് 2 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തും, ദെൻ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോ നമ്മള്? കംപ്ലീറ്റ് ചെയ്യുമോ? ഓക്കെ, ദെൻ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സോഷ്യോ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഷെയർ ചെയ്യാൻ PDF. പിന്നെ സെമിനാർ പറഞ്ഞിരുന്നു ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഓക്കെ ഓക്കെ, അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആരാ സെയിം ചെയ്തത്? ഓക്കെ, വേറൊരാളും കൂടി സെയിം ചെയ്തിട്ടുണ്ടല്ലോ ഫൈൻ മോട്ടോർ സ്കിൽസ്. അതെ അല്ല, ഞാൻ പറയാൻ വന്നത് മാം ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. സെൻസ് ഓർഗൻസിന്റെയും പിന്നെ എക്സ്റ്റേണൽ ബോഡി പാർട്സിന്റെയും. എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ. മാം പറഞ്ഞു ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് കാണിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആക്ടിവിറ്റി നോക്കാം അല്ലേ? ആരൊക്കെ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? പേര് അയക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് വിളിക്കാം, അവർക്കൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റും.
മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതിനെ പറഞ്ഞോടാ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലല്ലോ? കംപ്ലീറ്റ് ആയില്ലേ? ഇല്ല. ആണോ? ഫിസിക്കൽ ഡെവലപ്മെന്റ് വരെയാണോ എടുത്തിരിക്കുന്നത്? അല്ല, ഫിസിക്കൽ ഡെവലപ്മെന്റ് വരെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എടുക്കണം. ആണോ? ആ, ഓക്കെ, അങ്ങനെയാണോ എല്ലാവരും? ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയോ? എനിക്കൊരു ഇത് ഞാൻ എഴുതി കിട്ടിയ നമ്മളിപ്പോഴാണ് നോക്കിയപ്പോ ഞാനും ഇപ്പോഴാണ് കണ്ടത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല മാം. അതിന്റെ ആ ചാർട്ട് വരെ നോക്കിയിട്ടുള്ളേ, അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടില്ല. സോറി. ഓക്കെ, നമ്മൾ ആ ഒരു ബോക്സ് ടേബിൾ വരെ മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലെ? ടേബിൾ പറഞ്ഞു നിർത്തിയില്ലേ? വെയിറ്റ്സും ഹൈറ്റും പിന്നെ ടേബിളും പറഞ്ഞു മിസ്, അത് കഴിഞ്ഞിട്ടും പറഞ്ഞു ഇനി ഫാക്ടേഴ്സ് ആണ് എടുക്കാനുള്ളത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഉള്ളപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് സെമിനാർ ഞാൻ 2 ടൈപ്സ് ഓഫ് മോട്ടോർ സ്കിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും. അത് ആർക്കാ സെമിനാർ? ടെസ്റ്റിക്കും പിന്നെ ആർക്കാ സെമിനാർ എന്നത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ ഇൻഹെറിറ്റന്റ് ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ മെന്റൽ ഹെൽത്ത്, അതേപോലെ അമ്മയ്ക്ക് ആ ഒരു കുട്ടീനെ സ്വീകരിക്കാനായിട്ട് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും കുട്ടിയുടെ ഗ്രോത്ത് വരുന്നത്. ദെൻ ഡെലിവറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് വരും, അതും എന്ത് ചെയ്യുന്നുണ്ട്? കോംപ്ലിക്കേഷൻസും മറ്റു കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് കുട്ടി ബർത്ത് ചെയ്തതിനു ശേഷം, ജനിച്ചതിന് ശേഷം കുട്ടിക്ക് കിട്ടേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഗ്രോത്തിനെയും ഫിസിക്കൽ ഡെവലപ്മെന്റിനെയും ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ കുട്ടിക്ക് ജനിച്ചതിന് ശേഷം എന്തെങ്കിലും ഫിസിക്കൽ ഡിഫക്ട്സ്, ഇൽനെസ്, ഡിസീസ്, നമുക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കില്ലേ, അത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ കുട്ടി ജീവിച്ചു വരുന്ന ജീവിത സാഹചര്യം, കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻ, ഇതെല്ലാം ഡയറക്റ്റ്ലി നമുക്ക് കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടിക്ക് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, പ്ലേ ടൈം കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റെസ്റ്റ്, പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് സ്ലീപ്പ് ഒക്കെ കിട്ടുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നതാണ്? ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫൗണ്ട് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സും നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Some of important factors that affect physical growth and development are follows. The traits and characteristics inherited at the time of conception. നമുക്കറിയാം കൺസെപ്ഷന്റെ ടൈമിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റന്റ് ആയിട്ട് ഒരുപാട് എന്ത് കിട്ടുന്നുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സും ട്രെഡ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത്, ഇപ്പൊ കുട്ടി നല്ല പാരന്റ്സ് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നല്ല ഹൈറ്റ് ആയിരിക്കും ആർക്കും, കുട്ടിക്കും. അത് ഇൻഹെറിറ്റന്റ് ആയിട്ട് കിട്ടുന്നതാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ലേ ഹൈറ്റിന്റെ കാര്യം. അതേപോലെ വെയിറ്റ്, അത് പാരമ്പര്യമായിട്ട് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ എന്റെ ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും, അച്ഛനമ്മയ്ക്കും എനിക്കും അതേപോലെ തന്നെ അനിയത്തിക്കൊക്കെ എന്താണ് ഹൈറ്റ് കുറവാണ്. നോർമലി എല്ലാവരും പൊക്കം കുറഞ്ഞ ഹൈറ്റ് കുറവുള്ളവരാണ്.
കാരണം ഇൻഹെറിറ്റന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഫാക്ടറാണ് ഹൈറ്റ് കുറവെന്ന് പറയുന്നത്. കമ്പയർ ടു മറ്റ് ഫാമിലീസിനെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ പാരന്റ്സിനെ പോലെ തന്നെ ആയിരിക്കും എന്ത് ആ കുട്ടികളും അവരുടെ കുട്ടികളും. കാരണം അവർക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ ആരെ പോലെയാണ്, അച്ഛനെ പോലെയാണോ അമ്മയെ പോലെയാണോ, അതേപോലെ തന്നെ അവരിൽ നിന്ന് എന്തെല്ലാം ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഹൈറ്റ് ആയിരിക്കും, മേ ബി നമ്മളുടെ എന്താ പറയാ ഫേസിന്റെ ഷേപ്പ് ആയിരിക്കും, നോസ്, അങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഇൻഹെറിറ്റന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ ഫിസിക്കലായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നൊന്ന് നോക്കാം. ദെൻ the traits and characteristics inherited at the time of conception. നമ്മൾ പറഞ്ഞു DNA ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വഴി നമുക്ക് ഈ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കൈമാറി കിട്ടുന്നുണ്ട്. അത് ഫാദേഴ്സ് അച്ഛന്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും നമുക്ക് തുല്യമായിട്ടാണ് ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കിട്ടുന്നത്. The physical as well as mental health of the mother during the time of pregnancy. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അമ്മമാരെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അമ്മമാരെ വിഷമിക്കാൻ പാടില്ല, അതേപോലെ തന്നെ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. കാരണം മെന്റൽ ഹെൽത്ത്, ഒരു പ്രഗ്നന്റ് വുമണിന്റെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആസ് വെൽ ആസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. നമ്മള് അമ്മ എപ്പോഴും സങ്കടവും അതേപോലെ ഒരുപാട് ടെൻഷനൊക്കെയാണ്, അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം അതേ ഒരു അവസ്ഥയായിരിക്കും കുട്ടിക്ക് വരുന്നത്. നമുക്ക് ആ ഇമോഷണൽ ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കുട്ടിയെയും കാണാൻ പറ്റും. ആ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കുറച്ച് പ്രശ്നങ്ങൾ ജനിച്ചതിന് ശേഷം നമുക്ക് കുട്ടികളെ കാണാനായിട്ട് പറ്റും. കാരണം അമ്മയുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ മാക്സിമം അവർ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ടെൻഷൻസ് ഒന്നും കൊടുക്കരുത്. ഫുൾ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുക. അവർക്ക് വിഷമം വരാത്ത രീതിയിൽ അവരോട് പെരുമാറാം. ദെൻ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിനെ കാണാനൊക്കെ പോവുകയും അതുകൊണ്ട് റിലേറ്റീവ്സ് ആരെങ്കിലും പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ പോവുകയും എന്താ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകും അല്ലെ. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പണ്ടത്തെ ആൾക്കാര് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ പാചകമൊക്കെ ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് അതൊരു ചടങ്ങായിട്ട് മാറി, നിർബന്ധമായിട്ട് പോകണം എന്നൊക്കെ ഉള്ളൊരു തിങ്കിങ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ പണ്ട് നമ്മള് പാരന്റ്സ് നമ്മള് പ്രഗ്നന്റ് വുമൻസിനെ കാണാൻ പോകുമ്പോൾ കൈവീശി പോകുമ്പോൾ അവർക്ക് ചെറിയ സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പലഹാരങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിരുന്നത്. അപ്പൊ അതൊന്നും മാറിയിട്ടുണ്ട്, എന്നാലും അതൊരു നല്ലൊരു കാര്യമാണ്. അത് അവരെ കുറച്ച് നേരത്തേക്കും ഹാപ്പി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Then nutrition received by the embryo within the womb of the mother. അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് എംബ്രിയോന് കിട്ടുന്ന ന്യൂട്രീഷൻസ് നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് അംഗനവാടി അല്ലെങ്കിൽ നമുക്ക് അംഗനവാടി വഴിയൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. എനിക്ക് തോന്നുന്നു ചെറുപയറ്, ശർക്കര, ഗോതമ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡിന്റെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു പാക്കറ്റ് ആയിരുന്നു, എന്താ പറയാ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് ആയിരുന്നു അന്ന് അവിടെ കിട്ടുന്നത്. പാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ആണോ? ഓക്കെ. പക്ഷെ ഞങ്ങളുടെ അംഗനവാടിയിൽ ഇപ്പൊ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ചെറുപയർ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ടൈമിലൊക്കെ വേറെ ആയിരുന്നു. ഡിഫറൻസ് ചിലപ്പോൾ ഓരോ സ്ഥലത്ത് മാറി ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ആര് തരുന്നുണ്ട്, ഗവൺമെന്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കാണോ? നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞു മക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അവർ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ നല്ല ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് ഇങ്ങനെ, പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ അവർ ഫണ്ട് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് നോക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മള് എംബ്രിയോൺ അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് കിട്ടുന്ന പോഷണം ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കുട്ടിയുടെ ഹെൽത്തിന്. കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എന്ത് ചെയ്യണം, അമ്മ കഴിക്കണം. സോ നെക്സ്റ്റ് വൺ ആണ് കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. നമുക്ക്
ആ ഡെലിവറി ടൈമിലുള്ള കണ്ടീഷൻസ്, ഡിഫറെന്റ് കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ആ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലാണ്, അതേപോലെ തന്നെ വെയിറ്റ് കുറവാണ്, പ്രീമച്വർ ബർത്ത് ആണെങ്കിലൊക്കെ എന്താണ് അണ്ടർ വെയിറ്റ്, പ്രീമച്വർ ബർത്ത് ഒക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രീമച്വർ ആയിട്ട് ബർത്ത് ചെയ്യുന്ന കുട്ടികളുണ്ട്, 34 വീക്സിന് മുമ്പ് ബർത്ത് ചെയ്യുന്നവരെ പ്രീമച്വർ ബർത്ത് എന്നൊക്കെ പറയുന്നത്. സോ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വീണ്ടും നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടീനെ എന്താ പറയാ നോർമൽ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ദ ഡെലിവറി. നമ്മൾ കെയർ കൊടുക്കുന്നത് പറയാറുണ്ട് അല്ലെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടിക്കും അതേപോലെ തന്നെ എന്താ പറയാ അമ്മയ്ക്കും കെയർ കൊടുക്കണം. ശരിക്കും ഈ ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും കൂടി ആർക്ക് പോകും, കുട്ടിക്ക് പോകും അല്ലെ. കുട്ടിക്ക് പോകുമ്പോ അവിടെ ഇത്രയും നാള് ആ ഒരു അറ്റൻഷൻ ഫുള്ളും കിട്ടിയിരുന്നത് അമ്മമാർക്കായിരുന്നു. അമ്മമാർക്ക് കിട്ടിയിരുന്ന കെയറും സ്നേഹവും ഒക്കെ കൂടി കുട്ടിക്ക് പോകുമ്പോ അമ്മമാർക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ വേണ്ട, കുട്ടീനെ മതി എല്ലാവർക്കും എന്നുള്ളൊരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ അങ്ങനെ അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മളുടെ മൈൻഡാണ് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പോകും. അപ്പൊ മെന്റൽ ഹെൽത്ത് ഡ്യൂറിങ് ദ പ്രഗ്നൻസിന്റെ ആഫ്റ്റർ പ്രഗ്നൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ നമ്മള് അമ്മയ്ക്കും കുട്ടിക്കും നല്ല കെയർ കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മേനെയും കുട്ടീനെയും നമ്മൾ പറയാം. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അമ്മയും കുട്ടിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ എന്താ പറയാ, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ അമ്മമാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഫുൾ ആയിട്ടുള്ള കെയർ ആർക്ക് കൊടുക്കും, കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ നമ്മളവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ആ സമയത്ത് അവരെ നീഡ് ഉണ്ട്, നമുക്ക് കെയർ വേണം, നമുക്കൊരു സ്നേഹം, ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമുക്ക് ആ സമയത്ത് വേണം. ശരി, ഓക്കെ. അതേപോലെ തന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോ ഹസ്ബൻഡ്മാരെ മാറ്റി നിർത്തും. മാം, ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കും കെയർ കിട്ടിയായിരുന്നു നല്ലപോലെ. ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും നല്ലപോലെ കെയർ കിട്ടി. പക്ഷെ സെക്കൻഡ് ബേബി ആയപ്പോ ഇവിടെയും ഇല്ല അവിടെയും ഇല്ല, ആരും ഇല്ല നോക്കാൻ. കുഞ്ഞിനെ വരെ ഞാൻ നോക്കേണ്ടി വന്നു. അങ്ങനെയായി. അത് മേ ബി ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് നമുക്കൊന്നും അറിയില്ലല്ലോ, ഇപ്പൊ എല്ലാം അറിയാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് സമയത്ത് നമുക്ക് ഈ ഇമ്പോർട്ടന്റ്ലി കെയർ വേണം. കാരണം സെക്കൻഡ് ഡെലിവറിയുടെ സമയത്ത് നമ്മൾ ഓൾറെഡി രണ്ടാമതാണ് അമ്മയാവാൻ പോകുന്നത്. അറ്റ് എ ടൈം നമ്മുടെ കുഞ്ഞ് എന്താ പറയാ, കുഞ്ഞിനെയും നമ്മൾ അമ്മേനെ അവളോ അല്ലെങ്കിൽ അവനെയും നോക്കണം. അതേപോലെ തന്നെ ഇപ്പൊ ജനിച്ച കുട്ടികളൊക്കെ നമുക്ക് ആ സമയം എന്ന് വെച്ചാൽ ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും അല്ലെ. ഒരാൾ കരയും, അടുത്ത ആൾ കരയുമ്പോ ആരെടുക്കണം, ഡൗട്ടായിരിക്കും. നമുക്ക് കൺഫ്യൂഷനും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമാണ്. ശരിക്കും എനിക്ക് ഫസ്റ്റ് ഡെലിവറിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഡെലിവറിയുടെ സമയത്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കെയർ കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ രണ്ടമ്മയും രണ്ടുപേരുടെ അമ്മമാരാണ്. അപ്പൊ രണ്ടുപേർക്ക് ഈക്വൽ നീഡ്സ് ആയിരിക്കും നമ്മൾ. സോ ടൈം കെയർ ഓഫ് ആണോ എന്ത് പറ്റിയത്? അത് മാം, എന്റെ വീട്ടില് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എന്റെ മമ്മി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് 2 സിസേറിയൻ ആയിരുന്നു. അപ്പം 15-20 ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ എഴുന്നേറ്റ് വീട്ടില് മമ്മി ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. രണ്ടിനും അങ്ങനെ 2 സിസേറിയനും ഹെൽപ്പ് റെസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് ഇപ്പൊ. രണ്ടും ഡെലിവറി സിസേറിയൻ ആയതുകൊണ്ട് കൊണ്ടും ആയിരിക്കാം, അറിയില്ല. പക്ഷെ റെസ്റ്റ് കിട്ടിയിട്ടില്ല രണ്ടിനും ഒട്ടും. വേറെ ഹെൽപ്പിന് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ മമ്മിയും എന്റെ മോനും 1.5 വയസ്സേ ഉള്ളൂ. അപ്പം അന്നേരം പോലും ആരുമില്ല. അപ്പൊ ഞാൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ മോനെ കുളിപ്പിക്കുകയും ഡ്രസ്സ് ഇടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ അടുത്തുള്ളവർ പറയുമായിരുന്നു, കൊച്ചവിടെ കിടക്ക്, കൊച്ചെന്നിട്ട് എഴുന്നേറ്റ്. പക്ഷെ വേറെ ആളില്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. മമ്മി തന്നെ പോയി കണ്ട് ഞാൻ തന്നെ എഴുന്നേറ്റ് 3-4 ദിവസമൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഡെലിവറി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി ബോൾഡ് ആവും തോന്നുന്നുണ്ട്. കാരണം കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മറ്റുള്ളവർ സപ്പോർട്ട് ഇല്ലാണ്ട് സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും തോന്നുന്നു. കാരണം ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നതാണ്. ഫസ്റ്റും സെക്കൻഡ് ഡെലിവറിയും തമ്മിലധികം ഗ്യാപ്പ് ഒന്നുമില്ല. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോയ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ രണ്ടുപേരും തമ്മിൽ ഗ്യാപ്പ് ഇല്ല. എനിക്ക് 2 കുട്ടികളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ആ ഒരു
സ്റ്റേജിലൂടെ കടന്നു പോയത്. ഡിപ്രഷൻ എന്നാൽ ആ ഡിപ്രഷനിലേക്ക് വീണ് പോയാണ്. പക്ഷെ ഞാൻ എന്റെ മനസ്സിനോട് തന്നെ പറയും, നീ ഇപ്പൊ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യണം, സോ തിരിച്ചു വരണം. ജസ്റ്റ് ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ ആ ഡിപ്രഷനെ ഓവർകം ചെയ്ത് വന്ന ഒരാളാണ്. സോ എനിക്ക് ആ ഒരു ടൈം നല്ല രീതിയിൽ അറിയാം. സോ ഫസ്റ്റ് ഡെലിവറിനേക്കാളും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ട സെക്കൻഡ് ഡെലിവറിയുടെ സമയത്ത്. സോ നമ്മള് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ കെയർ സപ്പോർട്ട് ഒക്കെ കൊടുക്കാം. ദെൻ ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. കുട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രീഷൻസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. ബ്രസ്റ്റ് മിൽക്ക് ആണ് 6 months വരെയും പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. 2.5 months വരെയും കണ്ടിന്യൂ ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങൾ കുട്ടികളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യാം. പാക്കറ്റ് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി കുട്ടികൾ ജനിക്കുമ്പോൾ ഫിസിക്കൽ ഡിഫക്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ ദെൻ നമ്മൾ ആക്സിഡൻസ് സംഭവിക്കാം കുട്ടികൾക്ക്, മേ ബി എന്തെങ്കിലും ആക്സിഡൻസ് ജനിച്ചതിന് ശേഷം സംഭവിക്കാം. സോ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. ആക്സിഡൻസ് ഒന്നും വരാതിരിക്കാൻ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കും. കാരണം പെർമനന്റ് ഡിഫക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം. ആക്സിഡന്റ് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഡിസീസസ്, അസുഖങ്ങൾ വന്നിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ടെറ്റനസ്, പോളിയോ പോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുമെന്ന് നമ്മൾ കോമൺ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ ലിവിങ് കണ്ടീഷൻ ആർ ഫിസിക്കൽ ആൻഡ് ഫിസിക്കൽ സോഷ്യൽ കൾച്ചർ. കുട്ടി ജീവിക്കുന്ന സാഹചര്യം, കുട്ടിയുടെ ഫിസിക്കൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ്, അവന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനും റിക്രിയേഷണൽ ആക്ടിവിറ്റീസും എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ടോ, നല്ലൊരു സാഹചര്യമാണ്, ഒരു പോസിറ്റീവ് നല്ലൊരു സൊസൈറ്റിയാണ് അവനുള്ളത്, നല്ലൊരു കൾച്ചറായിട്ടുള്ള സൊസൈറ്റി, ഇതെല്ലാം അവന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് റിക്രിയേഷണൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന കുട്ടികളാണ്, ഒരുപാട് പ്ലേ ടൈംസ് ഒക്കെ അലോ ചെയ്യുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് അക്വയർ ചെയ്യും. ഒന്നും ചെയ്യാതെ വീട്ടിൽ അടക്കി അല്ലെങ്കിൽ അടച്ചു പൂട്ടി വളർത്തുന്ന കുട്ടികളെക്കാളും ഈ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന കുട്ടികളിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. ഓക്കെ, ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റിക്രിയേഷൻ, സെൽഫ് എക്സ്പ്രഷൻ, പ്ലേ, എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫിസിക്കൽ ഡെവലപ്മെന്റ്.
ഓക്കെ, സെമിനാർ ആരോടാ പറഞ്ഞത്? റെഡി ചെയ്തോ? അല്ലേ? അതെ മാം. ഓക്കെ, സെമിനാർ കണ്ടക്ട് ചെയ്തോ കേട്ടോ. ഓക്കെ. Good morning, ma'am, and good morning, everyone. I am going to talk about fine motor development. Fine motor development refers to the coordinated small movements of the hands, fingers, and wrists between the ages of 2 and 5 children build on earlier skills to perform more precise and complex tasks which are essential for self-care, learning and play. ഫൈൻ മോട്ടോർ വികസനം എന്നത് കൈകൾ, വിരലുകൾ, അതുപോലെ കൈത്തണ്ട എന്നിവയെ ഏകോപിച്ചുള്ള ചെറിയ ചലനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്വയം കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ പഠിക്കാനും കളിക്കാനും ആവശ്യമായ കൂടുതൽ കൃത്യവും സങ്കീർണവുമായ കാര്യങ്ങൾ ചെയ്യാൻ ഈ കഴിവുകൾ ഉപയോഗിക്കുന്നു. The impact of fine motor skills is early childhood is essential for building the foundation needed for handwriting and overall academic success. As handwriting and overall academic success becomes a central mode of learning in kindergarten, students who struggle with fine motor tasks may face challenges in keeping up with writing tasks. കുട്ടിക്കാലത്ത് തന്നെ ശക്തമായ ഫൈൻ മോട്ടോർ കഴിവുകൾ വികസിപ്പിക്കേണ്ടത് കൈയക്ഷരത്തിനും അതുപോലെ മൊത്തത്തിലുള്ള അക്കാദമിക് വിജയത്തിനും ആവശ്യമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമാണ്. കിൻഡർ ഗാർട്ടനിൽ കൈയക്ഷരം ഒരു കേന്ദ്ര പഠന രീതിയായി മാറുന്നതിനാൽ ഫൈൻ മോട്ടോർ ജോലികളിൽ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾ എഴുത്തു ജോലികൾ പൂർത്തിയാക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ 2 to 3 years old. Draw a circle, can copy and create a circle shape. വട്ടത്തിലുള്ള രൂപങ്ങൾ അനുകരിക്കാനും വരയ്ക്കാനുമുള്ള കഴിവ് അത് വികസിപ്പിച്ചെടുക്കും. ബിൽഡ് ബ്ലോക്സ് ടവേഴ്സ്, can stack 3 to 4 blocks or more ബ്ലോക്കുകളെ അതിലധികമോ മൂന്നോ നാലധികമോ ബ്ലോക്കുകൾ അടുക്കി ഒരു ഗോപുരം പോലെ ഉണ്ടാക്കുന്നു. പിന്നെ ഹാൻഡിൽസ് crayons, begins to hold crayons with fingers and thumb rather than their wall first. ക്രയോൺ കൈകാര്യം ചെയ്യുന്നു. ക്രയോണുകൾ മുഴുവൻ കൈകൊണ്ട് പിടിക്കുന്നതിന് പകരം വിരലുകളും തള്ളവിരലും ഉപയോഗിച്ച് പിടിക്കാൻ തുടങ്ങുന്നു. Use blunt tip scissors, may begin to snip paper with supervision. മൂർച്ചയില്ലാത്ത കത്രിക ഉപയോഗിച്ച് പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കുന്നു. Turns pages, can turn the pages of a book one at a time. പുസ്തകത്തിലെ പേജുകൾ ഓരോന്നായി മറിക്കുന്നു. Dresses with help, begin to pull up pants and put on simple clothes with supervision. മേൽനോട്ടത്തിൽ പാൻസ് വലിച്ചിടാൻ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കാനും തുടങ്ങുന്നു. Manipulates objects, can screw lids on and of jars of turn door knobs. കുപ്പികളിലെ അടപ്പ് തിരിക്കാനും വാതിൽ പടികൾ തിരിക്കാനും കഴിയും. 4 to 5 years old. Draw shapes, can draw a square and later more complex shapes like a triangle. സമചതുരം വരയ്ക്കാനും പിന്നീട് ത്രികോണം പോലുള്ള സങ്കീർണമായ രൂപങ്ങൾ വരയ്ക്കുന്നു. Cuts with scissors, can use scissors to cut along the straight line and eventually cut out more complex shapes. കത്രിക ഉപയോഗിച്ച് നേർരേഖയിലൂടെ മുറിക്കാൻ കഴിയും, പിന്നീട് സങ്കീർണമായ രൂപങ്ങളും മുറിക്കാൻ തുടങ്ങുന്നു. Draw a person, draw a simple person with recognizable parts. തിരിച്ചറിയാൻ കഴിയുന്ന ഭാഗങ്ങളുള്ള ഒരു ലളിതമായ രൂപം വരയ്ക്കാൻ തുടങ്ങും. Writes a letter and numbers, begins to write some upwards case letters and numbers. ചില വലിയ അക്ഷരങ്ങളും അക്കങ്ങളും എഴുതാൻ തുടങ്ങുന്നു. Manage utensils, uses a spoon and a fork with more accuracy and less mess. സ്പൂണുകളും ഫോർക്കുകളും കൃത്യതയോടെ ഉപയോഗിക്കുന്നു. Dresses independently, വസ്ത്രങ്ങൾ തനിയെ ധരിക്കാനും ബട്ടണുകളും സിബുകളും ഉപയോഗിക്കാനും കഴിയും.
ties shoelaces may begin to learn how to tie their own shoelaces. Shoelaces കെട്ടാൻ പഠിക്കാൻ തുടങ്ങുന്നു. Why is fine motor development so important? Fine motor skills are significant in daily life as they allow individuals to perform essential tasks with precision and coordination, such as writing, buttoning clothing, and using utensils for eating. വസ്ത്രങ്ങൾ ബട്ടണിടുക, ഭക്ഷണം കഴിക്കാൻ പാത്രങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ അവശ്യ ജോലികൾ കൃത്യതയോടെ ഏകോപനത്തോടെയും ചെയ്യാൻ വ്യക്തികളെ അനുവദിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ മികച്ച മോട്ടോർ കഴിവുകൾ പ്രധാനമാണ്. In a fine conclusion, fine motor development involves the coordination of small muscles in the hands, fingers, and eyes to perform precise tasks. It follows a predictable sequential pattern where skills build upon each other. For instance, a child first develops an involuntary grasp, then learns to voluntarily grasp object and eventually achieves controlled purposeful movements like writing, cutting, or feeding themselves. This development is crucial for daily life activities, enhancing a child's confidence and independence. നല്ല പേശി സംബന്ധമായ കഴിവുകളുടെ വികസനം ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്നത് കൈകളിലെയും വിരലുകളെയും ചെറിയ പേശികളുടെ ഏകോപിതമായ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു ക്രമാനുഗതമായ പ്രക്രിയയാണ്. അതിൽ കുട്ടികൾ ആദ്യം വസ്തുക്കൾ പിടിക്കാൻ പഠിപ്പിക്കുകയും പിന്നീട് സ്വയം ഭക്ഷണം കഴിക്കുക, എഴുതുക, വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ കൃത്യമായ ജോലികൾ ചെയ്യാൻ ആവശ്യമായ കഴിവുകൾ നേടുകയും ചെയ്യുന്നു. നല്ല കണ്ണിന്റെ ഏകോപനവും ഇതിൽ ഉൾപ്പെടുന്നു. താങ്ക് യു. ഓക്കേടാ, ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാണ് ടെസ്റ്റിൽ തന്നിരിക്കുന്ന പോർഷൻ. അതിന് മുമ്പ് നമുക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് നോക്കാം. മോട്ടോർ ഡെവലപ്മെന്റ് refers to development of the muscle, strength, speed, accuracy, the use of muscle parts. നമ്മുടെ ബോഡിയുടെ മസിൽസ് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രെങ്ത്തും സ്പീഡും ആക്യുറസിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ്, അതിന്റെ കോർഡിനേഷൻ, മസിൽസ് മൂവ്മെന്റ്സിന്റെ കോർഡിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏജ് ഒരു ഫാക്ടറാണ്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് അത്ര മോട്ടോർ സ്കിൽസ് ഉണ്ടാവില്ല. ചിലപ്പോ ഒരു ബോൾ നമ്മുടെ അടുത്തേക്ക് കൂടി പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടിയാണെങ്കിൽ, ഒരു 1 year ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ബോൾ എന്ത് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യുന്നത്. അവൻ 2 വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ കൈ കൊണ്ട് നിസ്സാരമായിട്ട് ആ ബോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഏജ് ഒരു ഫാക്ടറാണ് ഇതില് മോട്ടോർ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. എക്സസൈസ് റിപ്പീറ്റ്ലി നമ്മൾ ആ കുട്ടി ആ ഫങ്ഷൻ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവന് കുറച്ചും കൂടി മോട്ടോർ സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ്സ് സംഭവിക്കും. ദെൻ ജെൻഡർ, ആർക്കായിരിക്കും മോട്ടോർ സ്കിൽസ് കൂടുതൽ? ആൺകുട്ടികൾക്കായിരിക്കും പെൺകുട്ടികൾക്കായിരിക്കും മോട്ടോർ സ്കിൽസ്? ചില ഫൈൻ മോട്ടോർ സ്കിൽസ് ആൺകുട്ടികളൊക്കെ ആയിരിക്കും. കാരണം പെൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മസിൽ ഡെവലപ്മെന്റ്സ്, സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ കൂടുതലും ആൺകുട്ടികളാണ്. അതേപോലെ സ്പോർട്സിലൊക്കെ കൂടുതലായിട്ട് പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഗ്രോസ് മോട്ടോർ സ്കിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. അത് ആൺകുട്ടി പെൺകുട്ടികളില്ല. അപ്പൊ അതേപോലെ തന്നെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, അവരുടെ ബോഡി ഇങ്ങനെയായിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ചെറുപ്പം മുതലേ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ നല്ലൊരു എന്താ പറയാ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ കൂടുതലായിരിക്കും. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അവർ ചെറുപ്പത്തിലേ മുതൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് കൂടുതലും. കാരണം അവർ സാധാരണ ബോഡിയുടെ മൂവ്മെന്റ്സ്, പിന്നെ അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ്, എനിക്ക് അറിഞ്ഞൂടെ ഡാൻസ്, പക്ഷെ ഹാൻഡ് മൂവ്മെന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഫൈൻ മോട്ടോർ സ്കിൽസിനെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻ മോട്ടോർ സ്കിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്, അല്ല സോറി, മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് മോട്ടോർ സ്കിൽസ് ആർ ഡിവൈഡ് ഇൻടു മെയിൻലി 2 ടൈപ്സ്. 2 ടൈപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോട്ടോർ സ്കിൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ്, നെക്സ്റ്റ് വൺ ആണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. മോട്ടോർ സ്കിൽസിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ്
ഫൈൻ മോട്ടോർ സ്കിൽസ്. ഓക്കെ, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുട്ടികളുടെ കാര്യം എടുക്കാം, എക്സാമ്പിൾ എടുക്കാം. അവർ ഓരോ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. കുട്ടികൾ ആദ്യം എന്ത് ചെയ്യുന്നു, കമന്ന് വീഴുന്നു, ക്രൗൾ എഴയുന്നു, ദെൻ ഇരിക്കുന്നു, ദെൻ മുട്ടിൽ എഴയുന്നു, പിന്നെ പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു. അപ്പൊ അവിടെയൊക്കെ വരുന്നത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. അതെല്ലാം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു പേന ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അവർക്ക് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അവരൊരു 3 വയസ്സ് 3.5 വയസ്സൊക്കെ ആവണം. സോ അതാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് വെച്ചാൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ആണോ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആർക്കാ സെമിനാർ വന്നിരിക്കുന്നത്? എനിക്കാണ് മാം. പറഞ്ഞില്ലല്ലോടാ. ഓക്കെ, കുഴപ്പമില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് മുൻ സെമിനാർ എടുക്കാം. ഓക്കെ മാം. അപ്പോ നമ്മൾ രണ്ട് സ്കിൽസിനെ കുറിച്ച് പറഞ്ഞു. മോട്ടോർ സ്കിൽസ് നമ്മൾ രണ്ടായിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഇൻവോൾവ്സ് ലാർജ് മസിൽസ് ഓഫ് ബോഡി മൂവ്മെന്റ്സ്. നമ്മുടെ ബോഡി മൂവ്മെന്റ്സിന്റെ ലാർജ് മസിൽസിന്റെ മൂവ്മെന്റ്സിനെയാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. റണ്ണിങ്, ജമ്പിങ്, സിറ്റപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് വരണം. നെക്സ്റ്റ് സ്കില്ലാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഇൻവോൾവ്സ് ഇൻ സ്മോളർ മസിൽസ് ഇൻ ദ ഹാൻഡ്സ്, ഫിംഗേഴ്സ് used for the tasks such as holding a pencil. നമ്മൾ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ബട്ടൺ, ആ കുട്ടി പറഞ്ഞില്ലേ, ആരാണ് ടെസ്സി പറഞ്ഞില്ലേ, ബട്ടൺസ് ഹോൾഡ് ചെയ്യണം, ലേസ് കെട്ടണം, അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഹാൻഡ് മൂവ്മെന്റ്സ് വേണം, പ്രോപ്പർ ആയിരിക്കണം. സോ എന്നാൽ മാത്രമേ നമുക്ക് ഫൈൻ മോട്ടോർ സ്കിൽസും കൂടി നന്നായാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നതാണ് ക്രൗളിംഗ്, വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, കിക്കിംഗ് എ ബോൾ, ക്ലിംബിംഗ് ദ സ്റ്റെയർസ്, ത്രോയിങ്, നമ്മള് ബോളൊക്കെ ത്രോ ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ്, ഫൈൻ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ്. ഓക്കെ, ദെൻ ഫൈൻ മോട്ടോർ സ്കിൽസ് ഞാൻ പറഞ്ഞ സ്മോൾ മസിൽസ് ആണ്. ഗ്രാസ്പിംഗ് ദ ഒബ്ജക്ട്, ചെറിയ ഒബ്ജക്ട്സ്, ബീഡ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ എടുക്കണ്ടേ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് വേണം. ഹോൾഡിംഗ് എ പെൻസിൽ ഹോൾഡ് ചെയ്യണം, ക്രയോൺസ് യൂസ് ചെയ്ത് തുടങ്ങുക, അതൊക്കെ എന്താണ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം. ത്രെഡിങ് ബീഡ്സുകൾ ഇങ്ങനെ ത്രെഡ് ചെയ്യാനായിട്ട്, കട്ടിംഗ് വിത്ത് സിസേഴ്സ്, മുറിച്ചില്ലാത്ത കത്രി യൂസ് ചെയ്ത് നമ്മൾ പേപ്പർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന പോലെ. ബട്ടണിങ് ദ ഷർട്ട്, നമ്മൾ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോൾ നമ്മൾ ഈ ഫിംഗർ മൂവ്മെന്റ്സ് ആണ്, നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബട്ടൺസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇടുന്നതും ഓപ്പൺ ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും. അപ്പൊ അത് എല്ലാത്തിനും നമുക്ക് എന്ത് വേണം, ഫൈൻ മോട്ടോർ സ്കിൽസ് വേണം. അപ്പോൾ നമുക്ക് മോട്ടോർ സ്കിൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സ്കിൽസ് ആണ് എന്ത്, ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും. അതിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ടെസ്സി പറഞ്ഞു. ഇനി ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഫെമിത അല്ലേടാ? യെസ് മാം. ഫെമിത പറഞ്ഞു കേട്ടാ. ഓക്കെ മാം. Gross motor development. Gross motor skills are essential for children's physical development, enabling them to perform everyday activities and maintain overall health. This seminar will discuss the important development stages and activities to improve gross motor skill in children. What are gross motor skills? Gross motor skills involve the coordination and control of large muscle groups such as arms, legs, and trunk. These skills enable children to perform various physical activities like running, jumping, throwing, and balancing. Importance of gross motor skill. First one, physical health. Enhance cardiovascular health, flexibility, and strength. Second one, academic performance. Improves focus, concentration, and overall academic achievement. Third one, social skill. Develops
teamwork, communication, and sportsmanship. Fourth one, emotional well-being. Boost self-confidence, self-esteem, and emotional regulation. Fifth one, prepare for adulthood. Lays the foundation for lifelong physical activity and health. Stages of cross motor development. Infancy, 0 to 12 months. Lifting head while prone. Rolling ever, reaching for toys. Second one വന്നിട്ട് toddlerhood, 1 to 3 years. Sitting up, crying, standing with support. Third one വന്നിട്ട് preschool age, 4 to 5 years. Running, jumping, kicking a ball. Fourth one school age, 6 to 6 years. Refining skill like throwing, catching, and balancing. Thank you, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് മോട്ടോർ സ്കിൽസ് ആയിരുന്നു. മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു. മോട്ടോർ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് വരുന്ന 2 സ്കിൽസ് ആണ്, ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഈ 2 കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ആക്ടിവിറ്റി നോക്കിയാലോ? ഞാൻ ഇതിന്റെ ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ, നാളെ ഞാൻ തന്നെയല്ലേ ഞാൻ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ആക്ടിവിറ്റി ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? പേര് അയച്ചോ കേട്ടാ, എല്ലാവരും പേര് അയച്ചോ. അസീന, പ്രൊനൗൺസിയേഷൻ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബോഡി പാർട്സ് ആണ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ്. ഓക്കെ, ഹാൻഡ് ടച്ച്. ഓക്കെ ഓക്കെ, ടച്ച് ചെയ്യുന്നു. സ്മെല്ല്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, സ്മെല്ല്. ഓക്കെ ഓക്കെ, സൈറ്റ്. ഓക്കെ, ഹിയറിംഗ്. ഓക്കെ ഓക്കെ, ടങ് ടേസ്റ്റ്. ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അശ്വതി, ഫ്ലാഷ് കാർഡാണ്. ഭാവിയുണ്ടല്ലോ കൂടെ. ഓക്കെ, ഓക്കെ, സ്മെൽ. ഓക്കെ, സ്കിൻ, ഓക്കെ, ടങ്, ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇയർ, പിന്നെ ബോഡി പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് ശ്രുതി കേട്ടോ. ഓക്കെ മാം. മാം നൈസ് ആണല്ലോ. മാം ഫസ്റ്റ് വൺ ഐ ആണ്. ഐ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ മാം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ടി വി നെക്സ്റ്റ് ഇയർ, മൗത്ത്, നെക്സ്റ്റ് സ്കിൻ, ഫീൽ. നെക്സ്റ്റ് വൺ നോസ്, സ്മെൽ. താങ്ക് യു മാം. മാം നെക്സ്റ്റ് വൺ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാം. നാളെയല്ല വരുന്നേന്നുള്ളത്, ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. യെസ് മാം. അത് ഞാൻ ബോഡി പാർട്സിന് കളർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അത് കാണാം, ഓരോ ഓർഗൻസും. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ മാം. കാണാൻ പറ്റുന്നുണ്ട് ആണല്ലേ? ഓക്കെ മാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. നാളെ ഞാൻ ഫിനിഷ് ചെയ്ത് കാണിക്കാം, കളർ ചെയ്തിട്ട് കാണിക്കാം മാം. ഓക്കെ, ഓക്കെ മാം.
Let's see. Okay, body part. Flashcard. Sensor. നല്ല ഇയർ Okay. ഹാൻഡ് Hand. മൗത്ത് ടേസ്റ്റ് Tongue. ഐ Sight. സൈറ്റ്. Okay, നന്നായിട്ട്. ഓക്കെ, തൻസീറ കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതി കേട്ടോ. കുഴപ്പമില്ല, ബാക്കിയുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ചെയ്യാത്തവര് ചെയ്യാട്ടെ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ ഇവര് ചെയ്ത് അത് കണ്ടപ്പോ, നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മള് സ്കിപ്പ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട, കാരണം വൈവയുടെ ഒക്കെ സമയമാകുമ്പോൾ ലാസ്റ്റ് ഇരുന്ന് ഈ മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല ടാസ്ക് ആണ്. ആ സമയത്ത് നേരത്തെ എക്സാമും കാര്യങ്ങളും വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, പറയുന്ന ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യാം, ചെയ്യാട്ടോ. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോടാ. നമ്മുടെ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ ഗ്രൂപ്പിൽ ചോദിച്ചതാണ്, ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റേൺഷിപ്പിന് പോയിട്ടില്ല കുട്ടി? ഇല്ലല്ല, ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ കുഞ്ഞുണ്ട്, സോ എടുക്കാൻ പറ്റില്ല. അപ്പോ കുഴപ്പമില്ല, നമ്മള് കോഴ്സ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ആയാലും ഇന്റേൺഷിപ്പ് ചെയ്താൽ മതി. ആണല്ലേ? നമ്മൾ വൈകി ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട ആക്ടിവിറ്റീസ്, ഇപ്പോ ആക്ഷൻ സോങ്ങോ ഡെമോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ പോവാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസ്, ചിലപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു ആക്ഷൻ സോങ്, ആ ടീച്ചർ എന്താണോ പറയുന്നത് ആ സമയത്ത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതനുസരിച്ച് ആ പെർഫോമൻസ് നോക്കിയിട്ട് മാർക്ക് നമ്മൾ അസസ് ചെയ്യും. അല്ല, ഇന്റേൺഷിപ്പിന് പോയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു മാർക്ക് തന്നിട്ടുണ്ടാവും. ആ മാർക്കായിരിക്കും എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു മാം, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, നാളെയാണ് കേട്ടോ നെക്സ്റ്റ് ക്ലാസ്. നാളെ അല്ലേ എന്റെ ക്ലാസ്? ടെസ്റ്റേ നാളെ ഞാൻ തന്നെ കയറി, കാരണം പോർഷൻ തീർക്കാനുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്നുള്ളത്. അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മസിൽസ് അല്ലെങ്കിൽ മസ്കുലാർ ഡെവലപ്മെന്റിനെ തന്നെയാണ്, മസിൽസ് മൂവ്മെന്റ്സ് ആൻഡ് മസ്കുലാർ ഡെവലപ്മെന്റിനെ തന്നെയാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് is closely related with the physical, mental, emotional and social development of the child. നമ്മൾ ഈ മോട്ടോർ ഡെവലപ്മെന്റ് മറ്റു ഡെവലപ്മെന്റ് ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. നമ്മൾ പറയും കുട്ടികൾ നടന്നു തുടങ്ങിയോ? സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ് നമ്മൾ കുട്ടികളെ കാണുമ്പോൾ, കുട്ടി നടന്നു തുടങ്ങിയോ നമ്മൾ ചോദിക്കുന്നത്. കാരണം കുട്ടിയുടെ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അത് ഓക്കെ ആണെങ്കിൽ, കുട്ടി നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഓക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. ചോദിക്കാറുണ്ടോ നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ? ഒരു വയസ്സ് കഴിയുമ്പോൾ മുതൽ എല്ലാ അമ്മമാരും കേൾക്കുന്ന ചോദ്യമാണ് കുട്ടി നടന്നോ എന്നുള്ളത്. ചിലപ്പോൾ ഡോക്ടർമാര് ചോദിക്കും നമ്മൾ ചെല്ലുമ്പോൾ, 1.5 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഡോക്ടർ നമ്മളോട് ചോദിക്കും കുട്ടി നടന്നു തുടങ്ങിയോ എന്നല്ല. പക്ഷേ അത് അവരുടെ ഡെവലപ്മെന്റ് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡോക്ടേഴ്സ് സാധാരണ ചോദിക്കുന്നത്. മോട്ടോർ എബിലിറ്റീസ് ഇൻവോൾവ് body movements of various organs and coordinate the functions of nerves and muscles. നമ്മളുടെ മോട്ടോർ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേഷൻ ആണ്. ഒരു കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട്, ആ കുട്ടിയുടെ ജനിച്ച് കഴിഞ്ഞ് അവന് നടന്നു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവന്റെ ബോഡിയിൽ എല്ലാ മസിൽസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾ എന്ത് ചെയ്ത് തുടങ്ങുന്നത്, നടന്നു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് കുട്ടികളുടെ നടക്കുന്നതിന് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചോദിക്കാറില്ലേ? ചോദ്യം കേട്ടിട്ടുള്ള അമ്മമാരുണ്ടാവുള്ളൂ, നടന്നു തുടങ്ങിയോ, സംസാരിച്ചോ, പല്ല് വന്നോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നമ്മളോട് ചോദിക്കും കുറിച്ച് നടന്നു തുടങ്ങിയോ, അല്ലെങ്കിൽ മണ്ണിൽ നടത്തിയോ. നടക്കുന്നില്ലെങ്കിൽ കുട്ടീനെ മണ്ണിൽ നടത്തുക, അവനൊന്ന്
നടക്കട്ടെ എന്നൊക്കെ പറയും. അതെന്ന് വെച്ചാൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് കാര്യങ്ങൾ പ്രോപ്പർ ആണ്, അവരുടെ ഡെവലപ്മെന്റ് ഓക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർ നടക്കും. പണ്ട് ആൾക്കാർ പറയും 8ാം മാസം എട്ടടി വയ്ക്കണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. 1 വയസ്സ് മുതൽ 1.5 വയസ്സിനുള്ളിൽ കുട്ടി നടന്നു തുടങ്ങിയാൽ മതി. 1.5 വയസ്സായിട്ട് കുട്ടി നടന്നു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടിട്ടുണ്ട്, പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണം. ദെൻ നമ്മൾ നോക്കണം, ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. 1.5 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടി പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ എങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ടെൻഷൻ അടിച്ചാൽ മതി. അല്ലാത്ത പക്ഷം കുട്ടി 1.5 വയസ്സിനുള്ളിൽ നടന്നോളൂ. ആ ടൈം പീരീഡിനുള്ളിൽ പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ കാര്യങ്ങൾ അവര് വന്നോളൂ. ഓക്കെ, അപ്പൊ നമ്മള് മസിൽസിന്റെ ഡെവലപ്മെന്റ്, മൂവ്മെന്റ്സിന്റെ ആ ഒരു കോർഡിനേഷൻ ആൻഡ് കൺട്രോളിനെയാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തെല്ലാമാണ് ഏജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മോട്ടോർ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ഏജ്. നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, നല്ല ഹൈ ആയിരിക്കും. അതേപോലെ ജെൻഡർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം പെൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആർക്കാ കൂടുതൽ, ആൺകുട്ടികൾക്ക്. അവർക്കാണ് ഓടാനും ചാടാനും മതിലൊക്കെ എടുത്ത് ചാടാനും ഹൈറ്റ് ചെയ്യുന്നത് എടുത്ത് ചാടാനായിട്ട് നല്ല ഒരു എന്താ പറയുക കോൺഫിഡൻസും അല്ലെങ്കിൽ ധൈര്യമൊക്കെ ഉള്ളത് ആൺപിള്ളേർക്കാണ്. പെൺപിള്ളേര് പാവങ്ങളാ, അത് പേടിച്ചിരിക്കും. അത്രയും ഫൈൻ മോട്ടോർ നമുക്ക് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഒന്നും ഇല്ലാത്തവരാണ്. നമ്മള് ഫിസിക്കലി നമ്മളത്ര സ്ട്രെങ്ത് അല്ല സ്ത്രീകള്. ഓക്കെ, സോ പിന്നെ ഗുഡ് ഹെൽത്ത്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളും നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ കുട്ടിക്ക് മോട്ടോർ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണമെന്നില്ല. ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആക്സിഡൻസ് ആൻഡ് ഇഞ്ചുറീസ്, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സിഡൻസോ ഇഞ്ചുറീസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൈൻ മോട്ടോർ അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ജനറ്റിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് മോട്ടോർ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹെറിഡിറ്ററി ആയിട്ട് പാരന്റ്സ് ഒക്കെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു ജീനിന്റെ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാവും. അല്ലെങ്കിൽ നോർമലി ഫിസിക്കൽ കമ്പോണന്റ് ആയിട്ട് വരാറുണ്ട്, ചില കുട്ടികൾ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെന്റ്. ദെൻ നമ്മള് ചലനശേഷി അല്ലെങ്കിൽ ചലിക്കാനുള്ള വൈവിധ്യം അല്ലെങ്കിൽ ചലിക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയാറുണ്ട് മോട്ടോർ ഡെവലപ്മെന്റ്. ദെൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസിന്റെ മൂവ്മെന്റ്സ് ആണ് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ 2 രീതിയിൽ മോട്ടോർ സ്കിൽസ് ഉണ്ട്. ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 2 രീതിയിൽ മോട്ടോർ സ്കിൽസ് ഉണ്ട്. കുട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റും കോർഡിനേഷനും കാര്യങ്ങളാണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റും കോർഡിനേഷനാണ്. കുട്ടികളിൽ ആദ്യം സംഭവിക്കുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ്. അവര് ഗ്രോസ് ആയിട്ടുള്ള വലിയ മസിൽസും കാര്യങ്ങളാണ് ആദ്യം കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൈവരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ഈ ഫൈൻ മോട്ടോർ സ്കിൽസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്മോൾ തിങ്സ് കാര്യങ്ങൾ എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നു, ഫൈൻ മോട്ടോർ സ്കിൽസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ നോബിൾ സിലിണ്ടേഴ്സ്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ച് പറയാം. ഇത് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം ആ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് മിസ് ഉദ്ദേശിക്കുന്നത്. ബീഡ്സ് ഉണ്ട്, നമ്മുടെ ബീഡ്സ് പിരമിഡ്, അതേപോലെ ബീഡ്സ് ചെയർ ഒക്കെ ഉണ്ട്, മുത്തുകളാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ആവാനായിട്ട് പറ്റും. സോ മോണ്ടിസോറി മെത്തേഡിൽ അല്ലെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാനാണ്, ശ്രുതി. ശ്രുതി പറഞ്ഞോടാ. Good morning everyone. I am Shruti Suresh. Thank you everyone to joining us today for this informative session. I just want to say thank you to our Abarna ma'am. Your insights on gross motor skills and fine motor skills have enriched discussion. Thank you ma'am. And everyone who took the activity today did well. I would like to thank Tessie for beautiful prayer
Misha for meaningful thought, and Asina for energetic sign in. Thank you. Thank you all. Thank you, ma'am.